ഹലോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കഥവിൻ്റെ പിറകിൽ നിന്നൊരു വിളി കേട്ടില്ലേ? കഥവിൻ്റെ പിറകിലോ മുന്നിലൊന്നുമല്ല, കഥവിൻ്റെ പിൻവശത്തു നിന്നൊരു വിളി കേട്ടില്ലേ? പപ്പ 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 എന്ന്. മോനാണ്. സംഗതി ഇത്രയേ ഉള്ളൂ. ഈ പിറകിൽ നിന്ന് വിളിക്കാൻ കാരണം എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണം. ഇൻഫ്ലുവൻസ് പോസിറ്റീവ് ആയതിനു ശേഷം കറക്റ്റ് നമ്മുടെ കൊറോണ സമയത്തിൽ ക്വാറൻറ്റൈൻ കഴിയുന്നതൊക്കെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ രാത്രി കിടക്കാൻ നേരത്തെ ഡേ ഫസ്റ്റാണ്. മോൾ തന്നൊരു ഗിഫ്റ്റാണ്. ദൂരെ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞ് പപ്പ ഇത് എടുത്തേക്കണമെന്ന് പറഞ്ഞ് ഭാര്യ എനിക്ക് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിനകത്ത് കൊണ്ടുവന്നപ്പോൾ കണ്ടോ, ആദ്യം ഒരു 4 കാർട്ടൂൺ കഥാപാത്രം, ഒരു പപ്പയും മമ്മി 2 മക്കളുള്ള കഥാപാത്രം. മോള് തന്നല്ലോ എന്നാണ് എനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യം കേട്ടോ. പിന്നീട് ഡെപ്പിയിൽ അടച്ചിട്ട് ഒരു സാധനം തന്നിട്ട് പറഞ്ഞ് പപ്പ ആ ഗിഫ്റ്റിനോട് ഒരു ഡെപ്പി വെച്ചിട്ടുണ്ട്, അപ്പോൾ ഉറങ്ങുമ്പോൾ വായിച്ച് നോക്കണമെന്ന്. ഞാൻ രാത്രി എടുത്ത വീഡിയോയാണ്, ഒറ്റയ്ക്കാണ് എടുക്കുന്നത്, ആരും സഹായിക്കാനില്ല. അതിനകത്തൊരു ലവ്, അടിപൊളി ഒരു പിങ്ക് കളർ ലവിൻ്റെ പടമായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്, എന്താണ് മോൾ അതിനകത്ത് എഴുതിയേക്കുന്നതെന്ന് വായിക്കാൻ അതെന്തായിരിക്കും അവൾ അതിനകത്ത് കുറിച്ചിട്ടേക്കുന്നതെന്ന് വായിക്കാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. മോൾക്ക് 8 വയസ്സാണ്, 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു ക്ലീഷേ ഡയലോഗാണ്, പക്ഷേ കുട്ടികളുടെ കയ്യിൽ നിന്ന് ക്ലീഷേ ആണെങ്കിൽ നിങ്ങളൊന്ന് വായിച്ച് വയ്ക്കണം. പപ്പ യു ആർ ദ ബെസ്റ്റ് ഫാദർ ഇൻ ദ വേൾഡ്. സംഭവം ക്ലീഷേ ആണെങ്കിലും സംഗതി ഗുമ്മോട് ഗുമ്മാണ്, ജോറോട് ജോറാണ്.